ഹർജിയിലെ ആവശ്യം ഭഗവാനോട് തന്നെ നേരിട്ട് പോയി പറയുമെന്നാണ് സുപ്രീം കോടതി ജഡ്ജിയായിട്ടുള്ള ജസ്റ്റിസ് ഗവായി പറഞ്ഞത്. ഇപ്പം ഭഗവാൻ അവതരിച്ചു എന്ന് കേൾക്കുന്നല്ലോ. മോദി എന്ന പേരിലാണ് ഭഗവാൻ അവതരിച്ചിരിക്കുന്നത്. സംഭവം ആരും മറന്നു കാണില്ല. പ്രത്യേകിച്ച് ഇന്നലെ നമ്മുടെ ചീഫ് ജസ്റ്റിസ് ബഹുമാന്യനായ CJIക്ക് നേരെ കോടതി മുറിയിൽ രാജേഷ് കിഷോർ എന്ന് പറഞ്ഞ 71കാരനായ അഭിഭാഷകൻ ഷൂ ഊരിയെറിഞ്ഞു. എറിയാൻ ശ്രമിച്ചു. എറിഞ്ഞു എന്ന് തന്നെ കൂട്ടാം, പിടിച്ചില്ലെങ്കിൽ എറിഞ്ഞേനെ. അദ്ദേഹം പറഞ്ഞത് സനാതന ധർമ്മത്തെ അപമാനിക്കാൻ സമ്മതിക്കില്ല എന്ന് ചീഫ് ജസ്റ്റിസിനോട് ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ടാണ് അദ്ദേഹം ആ കൃത്യത്തിന് മുതിർന്നത്. അപ്പോൾ ചീഫ് ജസ്റ്റിസ് ഗവായി പറഞ്ഞു, ഇതിലൊന്നും ഞാൻ കുലുങ്ങില്ല, ഞാൻ കോടതി നടപടി തുടരും, ഞാൻ എൻ്റെ നിലപാടുകളായിട്ട് മുന്നോട്ട് പോകും, കോടതിയെ ഭയപ്പെടുത്താനൊന്നും കഴിയില്ല എന്ന് പറഞ്ഞു. അത് വളരെ ശരിയായ നിലപാടാണ്. അങ്ങനെ അത്തരം ബാഹ്യമായ ഭീഷണികൾക്ക് കോടതി വഴങ്ങാൻ പാടില്ല. പക്ഷേ അതിനകത്തൊരു മുറിവേറ്റ ഒരു 71 വയസ്സുകാരനായൊരു വൃദ്ധൻ്റെ നൊമ്പരമുണ്ട്. ആ നൊമ്പരം ഓർമ്മിപ്പിക്കുന്നത് ജസ്റ്റിസ് ഗവായി, അദ്ദേഹം പിന്നീട് അത് ഒരു വിശദീകരണമൊക്കെ കൊടുത്തെങ്കിൽ പോലും ഖജുരാവോയിലെ ജാവരി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ 7 അടി ഉയരമുള്ള വിഷ്ണുവിൻ്റെ പ്രതിമയുണ്ട്. അതിൻ്റെ ശിരസ് മുസ്ലിം ആക്രമണകാരികളായ മുഗളന്മാരുടെ കാലത്ത് മുറിച്ചു മാറ്റിയതാണ്. ശിരസില്ലാത്ത വിഷ്ണുവിൻ്റെ പ്രതിമയാണ് അവിടെ ഉള്ളത്. അദ്ദേഹം ഒരുപാട് നിവേദനം കൊടുത്തു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മുന്നിലൊക്കെ പോയി കരഞ്ഞു, ഇത് പുനർനിർമ്മിക്കണം. ഭഗവാന്റെ തലയില്ലാത്ത രൂപം കാണുമ്പോൾ വലിയ സങ്കടമാണ്. നടപടി ഉണ്ടായില്ല. അങ്ങനെയാണ് അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചത്. അപ്പോൾ സുപ്രീം കോടതി ബെഞ്ചിലിരുന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞത്രേ എന്നല്ല പറഞ്ഞു, ബാറാൻ ബെഞ്ചും ഒക്കെ റിപ്പോർട്ട് ചെയ്തു. ഒരു കാര്യം ചെയ്യ്, ഭഗവാനോട് തന്നെ പ്രാർത്ഥിക്കുക, ശിരസുണ്ടാക്കിത്തരാൻ, ഇയാൾ വലിയ വിശ്വാസിയൊക്കെ അല്ലേ എന്ന് ഒരു പരാമർശം, ദൗർഭാഗ്യകരമായ പരാമർശം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അതിനെ ഒരു വിഭാഗം മാധ്യമങ്ങൾ വല്ലാതെ പ്രചരിപ്പിക്കുകയും ഒരുപാട് പേർക്ക് സങ്കടമുണ്ടായി. അതിൻ്റെ കൂടി ഒരു പ്രതികരണമായിരിക്കാം ഒരു പക്ഷേ രാകേഷ് കിഷോർ എന്ന 71കാരൻ കോടതിയിൽ പ്രകടിപ്പിച്ചത്. പിറ്റേന്നോ മറ്റോ ജസ്റ്റിസ് ഗവായി ഒരു വിശദീകരണമൊക്കെ ഇറക്കി, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല എന്നൊക്കെ പറഞ്ഞു. കാരണം ASIയുടെ കീഴിലുള്ള സ്ഥാപനം അല്ലേ, ASIയുടെ കീഴിൽ ASIക്ക് ഒരു നിർദ്ദേശം കൊടുക്കുന്നതാണ് രാജേഷ് ദലാൽ ആവശ്യപ്പെട്ടത്. പക്ഷേ അത് കോടതി അങ്ങനെയാണ് അതിനെ സ്വീകരിച്ചത്. ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഇപ്പോൾ ഈ രാകേഷ് കിഷോറിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി. എന്തിന്? ഇതേ തിയറിയാണെങ്കിൽ BR ഗവായി ബുദ്ധമതവിശ്വാസിയാണ്. ബുദ്ധമതവിശ്വാസിയായ ഗവായി അദ്ദേഹത്തെ വിട്ടയക്കാൻ പറയണം. അല്ലെങ്കിൽ വെറുതെ നമുക്ക് ഭഗവാൻ ബുദ്ധനോടോ യഹോയോടോ പ്രാർത്ഥിച്ചാൽ പോരെ. രാകേഷ് ഷൂ എറിയാൻ ശ്രമിച്ച രാകേഷ് കിഷോറിന് ശരിയായ ശിക്ഷ കൊടുക്കണമെന്ന് ബുദ്ധനോട് പ്രാർത്ഥിച്ചാൽ പോരെ. ഇപ്പോൾ കേരളത്തിൽ ഈ ശബരിമലയുടെ സ്വർണ്ണക്കൊള്ളാണെന്ന് എന്തിന് ഹൈക്കോടതി അന്വേഷിക്കുന്നു? പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചതിന് ആവശ്യമില്ല. അയ്യപ്പനോട് ശിക്ഷിക്കാൻ പറഞ്ഞാൽ പോരെ. അല്ലെങ്കിൽ പിന്നെ ഈ ശബരിമലയിൽ ഈ 10നും 50നും ഇടയ്ക്കുള്ള യുവതികളെ കയറ്റണം എന്ന് സുപ്രീം കോടതി പറഞ്ഞു. അതെ, യുവതികൾ പറ്റീഷനുമായിട്ട് വരുമ്പോൾ നിങ്ങളൊക്കെ അയ്യപ്പ വിശ്വാസികളാണോ? അതെ, ഞങ്ങൾക്ക് അയ്യപ്പനോട് ഭയങ്കര വിശ്വാസമാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ആ ശബരിമലയ്ക്ക് കയറിയേ പറ്റൂ എന്ന് ഞങ്ങൾ പ്രതിജ്ഞ എടുത്തിരിക്കുന്നതെന്നൊക്കെ അന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾ വലിയ വിശ്വാസമാണ്, നിങ്ങൾ അയ്യപ്പനോട് പ്രാർത്ഥിക്കുക, അയ്യപ്പ അങ്ങയോട് വലിയ വിശ്വാസമാണ് ഞങ്ങൾ ആ 10നും 50നും ഇടയ്ക്കുള്ള ഞങ്ങൾക്ക്, അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് കയറാൻ അവസരം അയ്യപ്പൻ ഉണ്ടാക്കി തരണം എന്ന് പ്രാർത്ഥിക്കാതെ എന്തിനാണ് കോടതി പോയത്? ഇങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ ചോദിക്കാം. വഖഫിൻ്റെ കാര്യത്തിൽ നമ്മൾ ചോദിച്ചു, വഖഫിൻ്റെ പറ്റീഷനുമായിട്ട് വരുമ്പോൾ സർക്കാർ വഖഫ് നിയമം ഭേദഗതി പോവാണ്, നിങ്ങളെന്തിനെ കോടതിയിലോട്ട് വരുന്നത്? നിങ്ങൾ അള്ളാഹയോട് പ്രാർത്ഥിച്ചാൽ പോരെ. ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ കോടതി ചോദിക്കാം. പക്ഷെ അങ്ങനെയൊന്നും ചോദിക്കാനല്ലല്ലോ കോടതികൾ, അല്ലേ? കോടതികൾ അതൊന്നുമല്ല. കോടതികൾ അവരുടെ മുന്നിലെത്തുന്ന പരാതികൾ, പരിദേവനങ്ങൾ, നീതി നിഷേധങ്ങൾ ഇതൊക്കെ പരിശോധിച്ച് നീതിപൂർവവും ഭരണഘടനാപരവുമായ വിധികൾ പുറപ്പെടുവിക്കുക എന്നുള്ളതാണ് കോടതിയുടെ ഉത്തരവ്. അതിനെയാണ് ഈ തരത്തിൽ ജസ്റ്റിസ് ഗവായി അന്ന് പറഞ്ഞ ഒരു പരാമർശം വല്ലാതെ ആളുകൾക്ക് മുറിവേറ്റത്. പക്ഷേ ആ മുറിവേറ്റപ്പോൾ ഈ അദ്ദേഹം പറഞ്ഞത് ഭഗവാൻ കേൾക്കണമെന്നാണ്. ഭഗവാൻ കേട്ടു. അതാണ് വാർത്ത, ഏറ്റവും പുതിയ വാർത്ത. അതായത് ഭഗവാനോട് പറയാൻ രാകേഷ് ദലാലിനോട് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പറഞ്ഞത് ഭഗവാൻ കേട്ടു. ഭഗവാൻ നരേന്ദ്രമോദിയോട് പറഞ്ഞു, ചെയ്യ് മോദി. രാകേഷ് ദലാൽ പറഞ്ഞതിൽ കാര്യമുണ്ട്. സുപ്രീം കോടതിയും പറഞ്ഞു ഭഗവാനോട് പറയാൻ. അത് സുപ്രീം കോടതിയുടെ ശുപാർശയുമുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഖജുരാഹോയിലെ ക്ഷേത്ര പുനർനിർമ്മാണത്തിന് ഉതകുമാറ് 2 കോടി രൂപ അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. അപ്പോൾ രാകേഷ് ദലാലിൻ്റെ സങ്കടത്തിന് പരിഹാരം ഉണ്ടാവും. അവിടെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കും. ആ വിഗ്രഹത്തിൻ്റെ ശിരസ്, വിഷ്ണുദേവൻ്റെ ശിരസ് പുനർനിർമ്മിക്കപ്പെടും.
അപ്പോൾ അത് വളരെ കാവ്യാത്മകമായ കാവ്യനീതി എന്ന് പറയുന്നത് പോലുള്ളൊരു വാർത്തയാണ്. കാരണം ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് ആണ് സനാതന ധർമ്മത്തെ വിശ്വാസിക്ക് മുറിവേറ്റു എന്ന് പറഞ്ഞിട്ടാണ് അശോക് കിഷോർ ഇന്നലെ ഷൂ അറിയാൻ ശ്രമിച്ചത് അതേ ബെഞ്ചിലേക്ക്. അതിൻ്റെ വാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഭഗവാന്റെ ഇടപെടൽ പോലെ 2 കോടി രൂപ ക്ഷേത്ര പുനരുദ്ധാരണം എന്ന് പറഞ്ഞു ഫണ്ട്, ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടി ഫണ്ട് അനുവദിക്കാൻ പറ്റില്ല, പക്ഷേ അവിടെയുള്ള മൊത്തത്തിലുള്ള പുനർനിർമ്മാണത്തിൻ്റെ ഭാഗമായി 2 കോടി രൂപ അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ ഇന്നലെ തന്നെ ഉത്തരവിട്ടത് യാദൃശ്ചികമാണോ എന്ന് ചോദിച്ചാൽ യാദൃശ്ചികമായിരിക്കാം, അല്ലായിരിക്കാം. ഏതായാലും ഭഗവാനോട് പറഞ്ഞാൽ ഫലമുണ്ടാകും. കാരണം നമ്മളൊക്കെ ചില അസാധ്യമായ ചില കാര്യങ്ങൾ സാധിക്കാൻ ദൈവത്തെ വിളിക്കാറുണ്ട്, അല്ലേ? ഈ ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾ മുതൽ ഇന്ത്യൻ പ്രധാനമന്ത്രി മുതൽ 22-ാം തീയതി ഇന്ത്യയുടെ രാഷ്ട്രപതി ബഹുമാനിയായ ദ്രൗപദി മുർമു ശബരിമലയ്ക്ക് വരിക, അല്ലേ? ശബരിമലയ്ക്ക് വരുന്നു. ഇന്ത്യൻ രാഷ്ട്രപതി വിചാരിച്ചാൽ ഇന്ത്യയിൽ നടക്കാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? ഇന്ത്യയിൽ വധശിക്ഷ കഴിഞ്ഞ് ജയിലിൽ കഴിയുന്ന ഒരാളോട് ക്ഷമിക്കാൻ ആർക്ക് കഴിയും? പ്രസിഡന്റ് പറയും. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ഒരാളെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇന്ത്യൻ പ്രസിഡന്റിന് ഒപ്പിട്ടാൽ അയാൾ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നിരുന്ന് നമ്മുടെ ജംഗ്ഷനിൽ നിന്ന് സിഗരറ്റും വലിച്ച് ചായ കുടിച്ചിരിക്കും. അതാണ് ഇന്ത്യൻ പ്രസിഡന്റ്. ആ പ്രസിഡന്റ് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ അയ്യപ്പനെ കാണാൻ വരിക. അപ്പോൾ അയ്യപ്പനാണോ ഇന്ത്യൻ പ്രസിഡന്റാണോ വലുത്? ഭഗവാനാണല്ലേ. അപ്പോൾ അവസാനം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഒത്തിരി ചീഫ് ജസ്റ്റിസുമാർ വന്നിട്ടുണ്ട് ക്ഷേത്രങ്ങളിൽ, ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ട്. ചന്ദ്രചൂഡ് തൻ്റെ വീട്ടിൽ ഗണേശ പൂജ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഗവായി എന്തെങ്കിലും പൂജിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ചില ബുദ്ധമതാനുയായിയാണ്, ഭഗവാൻ ബുദ്ധനെ ആരാധിക്കുന്നുണ്ടായിരിക്കാം. അത് ഏതിഷ്ടാണെന്ന് നമ്മൾ കേട്ടിട്ടില്ല, അല്ലേ? ബുദ്ധമത വിശ്വാസിയാണ്. അംബേദ്കറിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അദ്ദേഹത്തിൻ്റെതായ വിശ്വാസം ഉണ്ടായിരിക്കാം. അപ്പോൾ ഏതായാലും ഈ ഭക്തരുടെ ആവശ്യങ്ങൾ ഭഗവാൻ കേൾക്കാറുണ്ട്. പ്രത്യേകിച്ച് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ. അപ്പോൾ ഇന്നലെ ഉണ്ടായ ഈ സംഭവങ്ങളും എല്ലാം ഒരുപക്ഷെ സർക്കാരിനെ സ്വാധീനിച്ചിട്ടുണ്ടാവാം. കാരണം ഒരു വല്ലാതെ ഇത് രാജ്യത്തെമ്പാടും ഒരു മുറിവുണ്ടാക്കി. ഈ സുപ്രീം കോടതിയുടെ ഭാഗത്തുണ്ടായ ആ പരാമർശങ്ങൾ കോടതി പറഞ്ഞ പോലെ തെറ്റായി വ്യാഖ്യാനിച്ചതാണെങ്കിലും അല്ലെങ്കിലും ഒരു മുറിവുണ്ടാക്കി, ഒരു ഹിന്ദു സെൻറ്റിമെൻറ്റ്സിന് ഒരു മുറിവുണ്ടാക്കി. സാധാരണ നമ്മുടെ ജഡ്ജിമാർ അങ്ങനെ ചെയ്യാറില്ലാത്തതാണ്. അപ്പോൾ എന്തോ അദ്ദേഹം പറഞ്ഞപ്പോൾ അങ്ങനെ ആയിപ്പോയതാവാം. ഏതായാലും അങ്ങനൊരു മുറിവേറ്റു, അത് പരിഹരിക്കപ്പെടേണ്ടതാണ്. അത് ഈ ആർക്കിയോളജിക്കൽ വകുപ്പിന് ഒരുപാട് തവണ അപേക്ഷ കൊടുത്തിട്ടും നടപടി ഉണ്ടായില്ല. അപ്പോൾ ആർക്കിയോളജിക്കൽ വകുപ്പിന് വലിയ ഫണ്ടൊന്നുമില്ല. അവർ ഈ പര്യവേഷണങ്ങൾ ഗവേഷണമൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് ഫണ്ടുള്ളത്. അപ്പോൾ ഇത്തരം പുനർനിർമ്മാണമൊക്കെ നടത്തണം എന്നുണ്ടെങ്കിൽ അതിന് സ്പെഷ്യൽ ഫണ്ട് ആവശ്യമുണ്ട്. ഈ ജാബരി വിഷ്ണു ക്ഷേത്രത്തിലെ വിഷ്ണു വിഗ്രഹം മാത്രം പുനഃസൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഫണ്ടൊക്കെ അനുവദിക്കുന്നതിന് ബുദ്ധിമുട്ടായതുകൊണ്ട് ആ ഒരു കോംപ്ലക്സ് ആകെ നവീകരിക്കാൻ വേണ്ടി എന്ന നിലയിലാണ് ഇപ്പോൾ ഫണ്ട് അനുവദിച്ചിരിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഏതായാലും ഒരു 2-3 ആഴ്ചക്കുള്ളിലുണ്ടായ ഒരു കണക്റ്റഡ് സംഭവം. ഒന്ന്, ജസ്റ്റിസ് ഗവായിയുടെ ബെഞ്ചിൽ ഈ ഹർജി വരുന്നു. ഭഗവാന്റെ വിഗ്രഹം ഇങ്ങനെ നൂറ്റാണ്ടുകളായിട്ട് ഇങ്ങനെ തലയില്ലാതെ നിൽക്കുകയാണ്, അതൊന്ന് പുനർനിർമ്മിച്ച് കിട്ടണമെന്നുള്ള ആവശ്യം നിരസിക്കപ്പെട്ട പശ്ചാത്തലത്തിലുള്ള ഒരു സങ്കട ഹർജി. അതിന് നേരെ ഉണ്ടായ ഒരു കമൻറ്റ്, ആ ഹർജി തള്ളിയത്, പിന്നെ ഇന്നലെ ഉണ്ടായ ഷൂ എറിയാനുള്ള ശ്രമം, ഇതെല്ലാം കൂടെ ഉൾപ്പെട്ട് ഉള്ള ഒരു ചെയിൻ പോലെ കുറേ സംഭവങ്ങളുണ്ടായി. അവസാനം മോദി സർക്കാർ തീരുമാനിക്കുന്നു ഖജുരാഹോ, ഈ ജാബരി വിഷ്ണു ക്ഷേത്രം അടക്കമുള്ള മേഖലകളിൽ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ, അറ്റകുറ്റപ്പണികൾ, കേടുപാടുകൾ തീർക്കൽ എന്ന് പറഞ്ഞാൽ ഈ വിഷ്ണു വിഗ്രഹത്തിന് കേടുപാട് പറ്റിയത്, അല്ലേ? അപ്പോൾ കേടുപാട് തീർക്കൽ എന്ന് പറയുന്ന ആ പ്രക്രിയയുടെ ഭാഗമായി ഈ വിഷ്ണു വിഗ്രഹം ജാബരി ക്ഷേത്രത്തിൽ പുനർനിർമ്മിക്കപ്പെടും എന്നാണ് നമുക്ക് കരുതാവുന്നത്. അതിനാണ്, അല്ലെങ്കിൽ വളരെ തിടുക്കപ്പെട്ട് ഇപ്പോൾ ഒരു ഫണ്ട് അനുവദിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ സുപ്രീം കോടതി ഉൾപ്പെടെ എല്ലാ കോടതികളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ രാജ്യത്തെ മഹാഭൂരിപക്ഷം ജനങ്ങളും ദൈവവിശ്വാസമുള്ളവരാണ്. ഏത്തിസ്റ്റുകളുടെ എണ്ണം വളരെ കുറവാണ്. ഒന്നുകിൽ അള്ളാഹിൽ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഹിന്ദുക്കളാണെങ്കിൽ ഒരുപാട് ദൈവങ്ങളിൽ വിശ്വസിക്കുന്നു, ക്രിസ്ത്യാനി യഹോവയിലും യേശുദേവനിലും വിശ്വസിക്കുന്നു. അവരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ പ്രാർത്ഥനകൾക്ക് ഫലം കൂടി ഉണ്ടാവുന്നുണ്ട്, അല്ലേ? നമ്മളൊരു മരുന്ന് കഴിക്കുകയാണ്, മരുന്ന് നിരന്തരം നല്ല ചുമയാണ്, മരുന്നിങ്ങനെ ഒരു ദിവസം കഴിച്ചു, 2 ദിവസം കഴിച്ചു, ഒരാഴ്ച കഴിച്ചു, 2 ആഴ്ച കഴിച്ച്, എന്നിട്ടും മരുന്ന് മാറുന്നില്ലെങ്കിൽ പിന്നീട് ആ കഫ് സിറപ്പ് ആരെങ്കിലും കഴിക്കുമോ? എടുത്തോട്ടിക്കളയും. പക്ഷേ ഇന്ത്യയിലെ ജനങ്ങൾ ഹിന്ദുവോ ക്രിസ്ത്യനോ മുസ്ലിമോ ആവട്ടെ, അവർ നിരന്തരം പള്ളികളിലോ മോസ്കുകളിലോ അമ്പലങ്ങളിലോ പോയി അവരുടെ സങ്കടങ്ങൾ പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് പരിഹാരം ഉണ്ടാവുന്നുണ്ട്, അല്ലേ? അതുകൊണ്ടല്ലേ പിന്നെയും ആളുകൾ പോകുന്നത്.
അപ്പോൾ ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ അനുഭവമാണ്. അപ്പോൾ രാകേഷ് ദലാൽ എന്ന് പറയുന്ന വിഷ്ണു ഭക്തന് വ്യക്തിപരമായി ദൈവം ഉണ്ട് എന്ന് തെളിയിക്കപ്പെട്ട ഒരു സന്ദർഭമാണ്. അദ്ദേഹത്തിന് കോടതി, പക്ഷെ സത്യത്തിൽ കോടതി അങ്ങനെ പറഞ്ഞതിൽ ഞാൻ തെറ്റ് കാണുന്നില്ല കേട്ടോ. അതും കോടതിയുടെ ഒരു നിയോഗമാണ്. നമുക്കൊരു അവസരം ഉണ്ടാക്കി തന്ന ആരാണ്? കോടതിയെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചതാരാണ്? നമ്മൾ കൊച്ചുവേലായുധൻ്റെ കഥ പറഞ്ഞ പോലെ കൊച്ചുവേലായുധൻ വീട് കിട്ടണമെന്ന് പറഞ്ഞ് സുരേഷ് ഗോപിയുടെ അടുത്ത് ചെന്നു. കൊച്ചുവേലായുധനോട് സുരേഷ് ഗോപി ഇത് പഞ്ചായത്ത് വരട്ടെ, എൻ്റെ തന്നിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അതുവരെ കൊച്ചുവേലായുധനെ ആട്ടി ഓടിച്ച പഞ്ചായത്തുകാരും പാർട്ടിക്കാരും ഓടി വന്ന് ഇപ്പോൾ കൊച്ചുവേലായുധന് വീടുണ്ടാക്കിക്കൊണ്ടിരിക്കുക. നന്ദി ആർക്കാണ് പറയേണ്ടത്? സുരേഷ് ഗോപിക്ക്. എന്ന് പറയുന്ന പോലെ സുപ്രീം കോടതിയോട് നന്ദിയുള്ളവരായിരിക്കണം രാകേഷ് ദലാൽ മാത്രമല്ല ഇന്ത്യയിലെ മുഴുവൻ ഹിന്ദു മത വിശ്വാസികളും. കാരണം അങ്ങനെയൊക്കെ സംഭവിച്ചതുകൊണ്ട് ഇപ്പോൾ 2 കോടി രൂപ കിട്ടിയിട്ടുണ്ട്. ജാവരി ക്ഷേത്രത്തിൽ വിഷ്ണു വിഗ്രഹത്തിന് ശിരസ് ഉണ്ടാകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.